നീ ആരാ എന്റെ? അവൾ എഴുന്നേറ്റ് അവന്റെ മുഖത്തേക്ക് നോക്കി. നീ എപ്പോഴും എന്താ പറയാറ്? ഈ ലോകത്തിൽ നിന്റെ മമ്മ കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണ് ഞാനാണെന്ന്, അല്ലേ? ആ ഞാനും റുബേക്കും നിനക്ക് വ്യത്യാസമില്ലല്ലോ. ഞാൻ എന്തിനു നിന്നെ അനുസരിക്കണം? അനുസരിച്ചേനെ. എന്നെ നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എനിക്ക് പറയാനുള്ളത് കൂടി നീ കേട്ടിരുന്നെങ്കിൽ, എങ്കിൽ ഞാൻ അവളുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞേനെ ദാവി. പക്ഷെ അവൾക്ക് പറയാനുള്ളത് മാത്രം കേട്ട് അവൾ പറഞ്ഞ കള്ളക്കഥയും വിശ്വസിച്ച് നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കു മുന്നിൽ തോറ്റു കൊടുക്കരുതെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നീ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കില്ല. നീ അവളോട് മാപ്പ് പറയില്ല, അല്ലേ? പറയില്ല. ശരി, പക്ഷേ ഇവിടം തൊട്ട് നീ എന്റെ ആരുമല്ല. ദാവി! ആര്യൻ വിളിച്ചു. കേട്ടല്ലോ, ദാവീദിന് മിറിയം ആരുമല്ല. ദാവി, എന്താ ഇത്? ഞാൻ കാരണം. റിബേക്ക അവരുടെ ഇടയിലേക്ക് വന്നു. എന്തിനാ റിബേക്ക നീ ഈ നാടകം കളിക്കുന്നത്? നിന്റെ ആഗ്രഹം നടന്നില്ലേ? മിറിയം ചോദിച്ചു. റിബേക്ക ദാവീദിനെ നോക്കി. ഞാൻ നിന്റെ ആരുമല്ല ദാവി. അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ബംഗ്ലാവിന് മുന്നിൽ 2 കാർ വന്ന് നിന്നു. അതിൽ നിന്നിറങ്ങിയവരെ കണ്ടപ്പോൾ അവർ കാണാതെ കണ്ണു തുടച്ചു. അവരെ നോക്കി ചിരിച്ചു. ട്രിപ്പ് ഒരാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? മിറിയം ചോദിച്ചു. അമ്മമാർക്ക് മക്കളെ കാണാതെ ഇരിപ്പുറക്കണ്ടേ? ലക്കി പറഞ്ഞു. അയ്യോ, നമ്മുടെ സർപ്രൈസ്. കേറ എല്ലാവരെയും നോക്കി. അപ്പോഴേക്കും ദാവീദും ആര്യനും റിബേക്കയും അവിടേക്ക് വന്നു. ദാവീദ് ചിരിച്ചു നിൽക്കുന്ന തന്റെ മമ്മയെ നോക്കി. എന്ത് സർപ്രൈസ്? ആര്യൻ ചോദിച്ചു. അതൊക്കെ ഉണ്ട്, നഥാൻ പറഞ്ഞു. വഴിയിൽ നിന്ന് പെറുക്കിയെടുത്ത സർപ്രൈസാണ് മക്കളെ. അതെന്താ? ദാവീദ് മനസ്സിലാകാതെ ചോദിച്ചു. ഇങ്ങി ഇറങ്ങിപ്പോരെ, അക്കു പറഞ്ഞപ്പോൾ കാറിന്റെ ഡോർ തുറന്ന് ഒരാൾ ഇറങ്ങി. ആരോൺ? ആര്യൻ പറഞ്ഞു. ആരോണിനെ കണ്ടതും പടികൾ ഓടി ഇറങ്ങിച്ചെന്ന് മിറിയം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ചേട്ടായി! അവൾ ആരോണിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആരോൺ ദാവീദിന്റെ മാരിന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ കർത്താവേ! അക്കു നെഞ്ചിൽ കൈവച്ചു. എന്റെ മോൾ ആദ്യമായിട്ടാ അവളുടെ ഏട്ടനെ ചേട്ടായി എന്ന് വിളിച്ച് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? കാതറിൻ റിബേക്കയോട് ചോദിച്ചു. അവൾ മൂളി. ഞാൻ പോവാ. അവൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു. എന്തൊരു ക്ഷീണം. കേറ അകത്തേക്ക് പോയി. പിന്നാലെ ബാക്കിയുള്ളവരും. മുറ്റത്ത് ആരോണും മിറിയവും മാത്രമായി. എന്താ സേറ, എന്തു പറ്റി നിനക്ക്? എന്തിനാ നീ കരഞ്ഞേ? അതൊന്നുമില്ല, പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ. എവിടെ എന്റെ സ്കാർഫ് എവിടെ? അവൾ ചോദിച്ചു. ഞാൻ വന്ന് കീറിയിട്ടല്ലേ ഉള്ളൂ. ബാഗിലുണ്ട് നിന്റെ സ്കാർഫ്, എടുത്തു തരാം. അവൾ മൂളി. മിറിയം എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് ആരോണിന് മനസ്സിലായി. പക്ഷേ അവനത് ചോദിക്കാൻ നിന്നില്ല. ആരോൺ അകത്തേക്ക് പോയി. പിന്നാലെ മിറിയവും. എല്ലാവരും പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ മാറിയിരിക്കുന്ന ദാവീദിനെയും മിറിയത്തെയും ആരോൺ ശ്രദ്ധിച്ചു. ഒപ്പം ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കുന്ന ആര്യനെയും. എന്തോ കാര്യമായ പ്രശ്നമാണെന്ന് ആരോണിന് മനസ്സിലായി. എന്നെയായിട്ടോ ആര്യനുമായിട്ടോ വഴക്കിട്ട് മിറിയം എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. പക്ഷേ ദാവിയോട് അവൾ അങ്ങനല്ല. അവൻ തിരിച്ചു. കാര്യമായി എന്തോ നടന്നിട്ടുണ്ട്. അവർക്കിടയിലെ പ്രശ്നം തന്നെയാണ് ആര്യന്റെ മുഖത്തെ തെളിച്ചക്കുറവിന് കാരണം. ഇനി ട്രിപ്പ് നമുക്കെല്ലാവർക്കും കൂടി ആകാം, പിള്ളേരെയും കൂട്ടി, നഥാൻ പറഞ്ഞു. അടുത്ത വെക്കേഷൻ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് പോകാം. സേറയും ഇവിടെ ആകുമല്ലോ. ഇല്ല അങ്കിൾ, മിറിയം പറഞ്ഞു. എന്താ മോളെ? കേറ ചോദിച്ചു. ഞാൻ പപ്പയുടെയും മമ്മയുടെയും കൂടെ ഇസ്രായേൽ പോവാ. അത് കേട്ടപ്പോൾ ദാവീദ് അവളെ നോക്കി. അതെന്താ മോളെ? കാതറിൻ ചോദിച്ചു. ഒന്നുമില്ല ആന്റി, ഞാൻ ഇസ്രായേൽ പോവാ. ഞങ്ങളില്ലാത്തപ്പോൾ വഴക്കിട്ടോ നീ ആര്യനുമായി? ലക്കി ചോദിച്ചു. അതെന്താ ആര്യനുമായിട്ട്? ദാവീദിനോട് വഴക്കിട്ടുകൂടെ അവക്ക്? ആര്യന്റെ ചോദ്യത്തിൽ അവൻ കടിച്ചു പിടിച്ചു വെച്ച എല്ലാ അമർഷവും ഉണ്ടായിരുന്നു. ദാവീദിനോടോ? അക്കു ചിരിച്ചു. സേറ വഴക്കിട്ട് ഇവിടുന്ന് പോകുന്നുവെന്ന്. എല്ലാവരും ചിരിച്ചു. അതിനിനി ആകാശം ഇടിഞ്ഞു വീഴണം. ജാനറ്റ് ആംഗ്യം കാണിച്ചു. എന്നാൽ ആ ആകാശം ഇടിഞ്ഞു വീണു മമ്മ, ആര്യൻ മനസ്സിൽ പറഞ്ഞു. മോൾ ഇവിടെ നിന്നോ? നഥാൻ പറഞ്ഞു. ഇല്ല അങ്കിൾ, ഞാൻ പോവാ. മിറിയം എഴുന്നേറ്റ് പോയി. എന്താ ദാവി സേറയ്ക്ക് പറ്റിയത്? കാതറിൻ മകനോട് ചോദിച്ചു. അറിയില്ല,
അവൻ അവന്റെ മമ്മയുടെ മുഖത്തേക്ക് നോക്കിയില്ല. പരസ്പരം മിണ്ടാതെ, എന്നാൽ അതാരെയും അറിയിക്കാതെ ദാവീദും മിറിയവും പെരുമാറി. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. തന്നോടുള്ള ദാവീദിന്റെ മാറ്റം കാതറിൻ ശ്രദ്ധിച്ചു. അങ്ങനെ ആ വെക്കേഷൻ അവസാനിക്കാറായി. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം പോയാൽ എനിക്ക് സത്യം അറിയാനാകില്ല, ദാവീദ് ചിന്തിച്ചു. സേറയ്ക്കും ദാവിക്കും ഇടയിലുള്ള പ്രശ്നം ചെറുതല്ല. ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അത് കണ്ടെത്തണം. പറ്റിയാൽ പരിഹരിക്കണം. ആരോൺ ഗാർഡനിൽ നടന്നു. 1.5 മാസം. ദാവിയനോട് മിണ്ടിയിട്ട് 1.5 മാസം. മിറിയത്തിന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ അവന്റെ ആരുമല്ലല്ലോ. മിറിയം കണ്ണു തുടച്ചു. ഇതെങ്ങനെ തീർക്കും? എന്തൊക്കെ പ്ലാൻ ചെയ്തതാ. ഈ വെക്കേഷനിൽ ഒന്നും നടന്നില്ല. ട്രിപ്പില്ലെങ്കിലും വേണ്ട, അവനും അവളും ഒന്ന് മിണ്ടിയാൽ മതിയായിരുന്നു. കോപ്പ്. ആരോണിനോട് പറഞ്ഞാലോ? ആര്യൻ ബെഡിൽ തിരിഞ്ഞു കിടന്നു. റിബേക്ക മുറ്റത്ത് നക്ഷത്രങ്ങളെ നോക്കി നിന്നു. ഇപ്പോ ദാവി എന്നോട് എപ്പോഴും സംസാരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അവനിപ്പോ എന്റേത് മാത്രമാ. റിബേക്ക ചിരിച്ചു. ആര്യ. ആരോൺ ആര്യന്റെ റൂമിലേക്ക് ചെന്നു. എന്താടാ? അവൻ എഴുന്നേറ്റിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. സേറയും ദാവീദും തമ്മിൽ എന്താ പ്രശ്നം? ആരോൺ ആര്യന്റെ മുഖത്തേക്ക് നോക്കി. എന്താ ദാവി, ഞങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? നഥാനും കാതറിനും ഒപ്പം ലക്കിയും അക്കുവും കേറയും അവിടേക്ക് വന്നു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. സംസാരിക്കാം. അതിനു മുൻപ് അബ്ബയ്ക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അബ്ബ? നീ എന്താ മമ്മയോട് നേരെ സംസാരിക്കാത്തത്? നഥാൻ ചോദിച്ചു. അതുതന്നെയാ എനിക്കും പറയാനുള്ളത്. ദാവീദ് തന്റെ അബ്ബയെ നോക്കി. എന്താ? കാതറിൻ ചോദിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ആദ്യത്തേത്, ഇവായുടെ പപ്പ, അതായത് നിങ്ങളുടെ എല്ലാം കൂട്ടുകാരനായ ആൽവിൻ എങ്ങനെയാ മരിച്ചത്? അവൻ അവന്റെ അബ്ബയെ നോക്കി. കാതറിൻ നഥാന്റെ കൈ പിടിച്ചു. മരിച്ചതല്ലോ, കൊന്നതല്ലേ എന്റെ മമ്മ. അവൻ കാതറിനെ നോക്കി. പിന്നെന്താ നിനക്കറിയേണ്ടത്? നഥാൻ ചോദിച്ചു. ആരായി ഇമ്മാനുവൽ ഏത്തൻ, എസ്തേർ, മിറ? ലൈബ്രറിയിലിരിക്കുന്ന സാത്താന്റെ വേദപുസ്തകങ്ങൾ ആരുടെയാ? എനിക്കെല്ലാം അറിയണം. പക്ഷെ ആദ്യം അറിയേണ്ടത് ഇവയുടെ പപ്പ എങ്ങനെയാ മരിച്ചതെന്നാണ്. എന്തിനാ മമ്മ അദ്ദേഹത്തെ കൊന്നതെന്ന് എനിക്കറിയണം. പറയാം, നഥാൻ പറഞ്ഞു. നഥാ? ലക്കി അവനെ വിളിച്ചു. അറിയണം ലക്കി. അവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ വളർന്നു. ഏതൻ രക്തമാണ്. ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ കാലം ചോദിപ്പിക്കും. ഇവനെല്ലാം അറിയണം. അറിയേണ്ട സമയമായതുകൊണ്ടല്ലേ എല്ലാം ചോദിച്ചത്. കുറച്ച് നേരത്തെയാണെന്നേ ഉള്ളൂ. നഥാ, നീ... അക്കു അവന്റെ തോളിൽ കൈവച്ചു. പറയണം അക്കു. നിനക്കറിയേണ്ടത് ഇവയുടെ പപ്പ എങ്ങനെ മരിച്ചു എന്നല്ലേ? അതിനു മുന്നേ നീ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം. അതിനുള്ള ക്ഷമ നീ കാണിക്കണം. കേറ, നീ പോയി ആര്യനെയും ആരോണിനെയും സേറയും വിളിക്ക്. നാളെ അവരും ഇത് ചോദിക്കാൻ പാടില്ല. കേറ ദാവീദിന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോ അതാണ് ദാവിക്കും സേറയ്ക്കും ഇടയിലുള്ള പ്രശ്നം അല്ലേ? ആരോൺ ചോദിച്ചു. നിനക്കാരെയാ വിശ്വാസം? സേറയാണോ അതോ റിബേക്കയോ? ഞാൻ നേരിട്ട് കണ്ടതാണെങ്കിലും ഒരാളെയും വെറുതെ ഉപദ്രവിക്കില്ല സേറ. എനിക്ക് സേറയെ വിശ്വസിക്കാനാണ് ഇഷ്ടം, ആര്യൻ പറഞ്ഞു. കാരണവുമുണ്ട്. എന്താ? ആരോൺ ചോദിച്ചു. റിബേക്കയ്ക്ക് ദാവിയെ ഇഷ്ടമാണോ എന്നെനിക്കൊരു സംശയം. ഐ മീൻ ലവ്. സേറയോടുള്ള ദാവിയുടെ അടുപ്പം നമുക്കറിയാവുന്നതല്ലേ ആരോൺ? സോ റിബേക്കയ്ക്ക് ദേഷ്യം തോന്നുന്നതിൽ അതിശയിക്കാനില്ല. പക്ഷേ നോ എവിഡൻസ്. ദാവിയുടെ മുന്നിൽ കണ്ടതല്ലേ അവന് വിശ്വസിക്കാൻ പറ്റൂ. ആരോൺ. കേറ അവിടേക്ക് വന്നു. എന്താ മമ്മ? നിന്നെയും ആര്യനെയും നഥാൻ വിളിക്കുന്നുണ്ട്. സേറയെ കൂടി വിളിച്ചേക്ക്. ദാവിയുടെ റൂമിലേക്ക് വായോ. കേറ അതും പറഞ്ഞു പോയി. അവർ പരസ്പരം നോക്കി. എന്തിനാകും? അറിയില്ല, പോയി നോക്കാം. മേ ബി ഇവരുടെ പ്രശ്നം തീർക്കാനാണെങ്കിലോ, ആര്യൻ പറഞ്ഞു. മിറിയത്തെയും കൂട്ടി അവർ ദാവിയുടെ റൂമിലേക്ക് പോയി. ഇരിക്കെ, നഥാൻ അവരോട് പറഞ്ഞു. ആര്യനും ആരോണും ഒരിടത്തിരുന്നു. മിറിയം ചെന്ന് കാതറിന്റെ മടിയിൽ തലവെച്ച് കിടന്നു. ദാവീദ് മിറിയത്തെ ഒന്ന് നോക്കി. അവൾ തല താഴ്ത്തി കിടക്കുകയായിരുന്നു. മിറിയത്തിന്റെ മുഖത്തെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടെന്ന് അവന് മനസ്സിലായി. ഞാൻ കാരണം അവന്റെ നെഞ്ചു പിടഞ്ഞു. അപ്പോൾ എല്ലാവരും ആയല്ലോ. ഇനി നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാം. ഞാൻ ജനിച്ചത് ഇസ്രായേലിലാണെങ്കിലും വളർന്നത് ഇന്ത്യയിലാണ്, അതും അനാഥനായിട്ട്.
നഥാൻ തന്റെ ജീവിതം പറഞ്ഞു തുടങ്ങി. കാതറിൻ അവന്റെ ജീവിതത്തിലേക്ക് വന്നതും ഏതൻ ഗാർഡനിലേക്കുള്ള വരവും ഇമ്മാനുവൽ ഏതനും എസ്തേറും മിറയും ഏതൻ ഗാർഡനിൽ നടന്ന കാര്യങ്ങളും നഥാന്റെ ഇസ്രായേൽ യാത്രയും നഥാൻ പറഞ്ഞു നിർത്തി. കാതറിന്റെ മടിയിൽ കിടന്നിരുന്ന മിറിയം എഴുന്നേറ്റിരുന്നു. നഥാൻ കാതറിനെ നോക്കി. നിനക്കറിയേണ്ടത് ആരാണ് ഇവയുടെ പപ്പയെ കൊന്നതെന്നല്ലേ? കാതറിൻ ദാവീദിനെ നോക്കി. ഞാൻ, അവൾ പറഞ്ഞു. ആര്യനും ആരോണും മിറയും കാതറിനെ നോക്കി. ഞാനാ കൊന്നത്. അതിന് ഞങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന കാരണവുമുണ്ട്. ഇവായുടെ മമ്മ എലീന നിന്റെ പപ്പ പറഞ്ഞ പോലെ സാത്താന്റെ സന്തതിയും ഞാൻ നിന്റെ പപ്പയുടെ, അതായത് വിശുദ്ധ ഏതന്റെ രക്ഷകയും. നിന്റെ പപ്പ ഇസ്രായേലിൽ, ലക്കി കൊൽക്കത്തയിൽ, ഇവിടെ ഞാനും മാമിയും ജാനറ്റിന്റെ അമ്മച്ചിയും മാത്രം. അന്ന് ഞാൻ നിന്നെ 5 മാസം പ്രഗ്നന്റാണ്. ഒരു നശിച്ച രാത്രി എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ആൽവിനെ ഞാൻ കൊന്നു. എന്നെ അവൻ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എലീന റിബേക്കയെ ഗർഭിണിയായിരുന്നു. എനിക്കപ്പോൾ 2 കടമയായിരുന്നു. ഒന്ന്, സാത്താന്റെ മാർഗത്തിലേക്ക് നടന്ന ആൽവിനെ ഇല്ലാതെയാക്കുക. മറ്റൊന്ന്, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുക. എനിക്കിന്നും അതിൽ കുറ്റബോധമില്ല. അവന്റെ ശിക്ഷ അവൻ ഇരുന്നു വാങ്ങിയതാ. ഞാൻ എൻ്റെ കടമയാ ചെയ്തത്. കാതറിൻ ദാവീദിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയാതെ പറഞ്ഞു. ദാവീദ് അവിടെ കണ്ടത് തന്റെ മമ്മയെയായിരുന്നില്ല, ഏതന്റെ കാവൽക്കാരിയെയായിരുന്നു. ഇനി നീ ഒരു കാര്യം കൂടി അറിയണം. നീ ആരാണെന്ന്. ഏതൻ കുടുംബത്തിൽ എനിക്ക് ശേഷം ജനിച്ച വിശുദ്ധ ഏതൻ നീയാണ്. ദാവീദ് തന്റെ അബ്ബയെ നോക്കി. ഇതെല്ലാം നിന്നോട് നേരത്തെ പറയണമെന്ന് കരുതിയത് തന്നെയാ. പക്ഷേ അതിൽ നിന്ന് എന്നെ തടഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തെന്ന് നീ അനുഭവിച്ചറിയണം. ഇനിയും നീ അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ദാവീദ്. അത് സമയമാകുമ്പോൾ സ്വയം നീ അറിയുക തന്നെ ചെയ്യും. എങ്ങനെ ഞാൻ അറിഞ്ഞുവോ അങ്ങനെ തന്നെ നീയും അറിയും. നഥാൻ എഴുന്നേറ്റു. ദാവീദ്, നിനക്ക് ഞാൻ തെറ്റുകാരിയാണെന്നും കൊലപാതകിയാണെന്നും ഒക്കെ തോന്നും. പക്ഷേ നീ എൻ്റെ മകനല്ലാതാകില്ലല്ലോ. നീ ഇതെല്ലാം അറിഞ്ഞിട്ടും എന്നെ അങ്ങനെ തന്നെ കാണുകയാണെങ്കിലും എനിക്ക് യാതൊരു സങ്കടവുമില്ല, കുറ്റബോധവുമില്ല. സങ്കടമുണ്ടാകും. ഞാനൊരു തെറ്റുകാരിയാണെന്ന് എനിക്ക് തോന്നും. അത് നിന്റെ അബ്ബയ്ക്ക് ഞാൻ തെറ്റുകാരിയാണെന്ന് തോന്നുമ്പോൾ മാത്രം. കാതറിൻ പുറത്തേക്ക് പോയി. ദാവി, എൻ്റെ നിന്റെയുമെല്ലാം ജീവനും ജീവിതവും കെട്ടിപ്പടുത്ത അടിത്തറ നിന്റെ മമ്മയാ. അവളുടെ ധൈര്യമാ. നിനക്ക് മനസ്സിലാകില്ല. ഇത് കേൾക്കുന്ന ആര്യനും സേറയ്ക്കും ആരോണിനും ഒന്നും ഇത് ഡൈജസ്റ്റ് ആകില്ല. ഒരു ഫാന്റസി സ്റ്റോറിയാണെന്നേ തോന്നൂ. ബട്ട് ദാവി, ഇറങ്ങിച്ചെന്നാൽ കയറാൻ കഴിയാത്തത്ര ആഴമുള്ളതാണ് ഏതൻ കുടുംബത്തിലെ വിശുദ്ധ ഏതന്റെ ജീവിതം. അതിനെ മറികടക്കാൻ നിനക്ക് സാധിക്കട്ടെ. നഥാൻ അവന്റെ റൂമിൽ നിന്നും പോയി. മോനെ ദാവി, അക്കു അവനെ നോക്കി. നിന്റെ അബ്ബയും അമ്മയും നേരിട്ട ഒരുപാട് കാര്യങ്ങൾ കൺമുന്നിൽ കണ്ടവരാ ഞങ്ങൾ. ഞങ്ങൾക്ക് നീ നഥാന്റെയും കാതറിന്റെയും മോൻ മാത്രമല്ല, ഞങ്ങളുടെ മകനാണ്. ഞങ്ങൾക്കിടയിലേക്ക് വന്ന ആദ്യത്തെ കുഞ്ഞ്. ഒരിക്കലും നിന്റെ മമ്മയെ നീ വെറുക്കരുത്. കാതറിൻ എന്തെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അവർ ദാവീദിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. നിങ്ങൾ പോയി കിടന്നോളൂ, ലക്കി കുട്ടികളോട് പറഞ്ഞു. അവർ തങ്ങളുടെ റൂമിലേക്ക് പോയി. നഥാൻ, നീ എന്തുകൊണ്ട് ദാവീദ് ഇമ്മാനുവൽ ആണെന്ന് പറഞ്ഞില്ല? ലക്കി നഥാനോട് ചോദിച്ചു. ഇപ്പൊ തന്നെ അവന്റെ മനസ്സിൽ ആകെ അസ്വസ്ഥതയാകും ലക്കി. ഇനി ഇതിന്റെ ഇടയിൽ അതും കൂടി പറയണ്ട എന്ന് കരുതി. മാത്രമല്ല അതവൻ സ്വയം തിരിച്ചറിയണം. നീ കാതറിന്റെ അടുത്തേക്ക് ചെല്ല്. അവൾക്ക് വിഷമമായി കാണും, കേറ പറഞ്ഞു. അത് കാതറിനാണ്. അങ്ങനെയൊന്നും അവൾക്ക് വേദനിക്കില്ല. അക്കു കേറയെ നോക്കി. അത് കാതറിൻ. വേദനിക്കുന്നത് ദാവിയുടെ അമ്മയ്ക്കാണ്. ചെല്ല് നഥാൻ, കേറ പറഞ്ഞു. നഥാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാതറിൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ദാവീദ് പറഞ്ഞത് ആലോചിച്ചിരിക്കുകയാണോ നീ? നഥാൻ ചോദിച്ചു. വേദനയുണ്ട് എനിക്ക്. അവൻ നമ്മുടെ മകനല്ലേ. അവന് മുന്നിൽ തെറ്റുകാരിയായി നിൽക്കേണ്ടി വന്നു. പക്ഷേ അവനെ സംരക്ഷിക്കാൻ ജീവൻ വരെ കളയാൻ നിന്ന നമുക്ക് ഇത് ഇത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ നഥാൻ. എനിക്ക് നിന്നെ മനസ്സിലാകും കാതറിൻ. ദാവി ഓർത്ത് വേദനിക്കണ്ട. എല്ലാം മനസ്സിലാക്കും അവൻ. അന്നവന് മനസ്സിലാകും അവന്റെ മമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. നഥാൻ കാതറിന്റെ മുടിയിൽ തലോടി. അപ്പോൾ ഇവ പറഞ്ഞത് സത്യമാണ്. എൻ്റെ മമ്മ തന്നെയാ അവളുടെ പപ്പയെ കൊന്നത്. അതിൻ്റെ കാരണം എന്തുമായിക്കോട്ടെ. പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ ഇവയ്ക്ക് അവളുടെ പപ്പയെ നഷ്ടപ്പെട്ടു. ഇല്ല ഇവ, നിന്നെ ഞാൻ ഒരിക്കലും തനിച്ചാക്കില്ല. ദാവീദ് ജനലിലൂടെ നോക്കുമ്പോൾ മറിയം ഗാർഡനിലിരിക്കുന്നത് കണ്ടു. സോറി മറിയം, അവൻ മനസ്സിൽ പറഞ്ഞു.
മിറിയത്തിന്റെ മനസ്സിൽ നഥാൻ പറഞ്ഞ കഥയിലെ ഇമ്മാനുവേലും എസ്തേറുമായിരുന്നു. അപ്പോൾ എന്നെ ആരാ എസ്തേർ എന്ന് വിളിച്ചത്? ഞാൻ മിറിയമല്ലേ? അവൾ സ്വയം ചോദിച്ചു. സെറ, ആരോൺ അവളുടെ അടുത്തേക്ക് വന്നു. സെറ, എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? ഒന്നുമില്ലടാ, ചുമ്മാ ഇരുന്നതാ. ചുമ്മാ അതൊന്നുമല്ല, ദാവിയുമായുള്ള പിണക്കം തീർക്കണ്ടേ, വായോ. ഞാനില്ല ആരോൺ. അവൻ അവൻ്റെ ഇവായം കെട്ടിപ്പിടിച്ചിരിക്കട്ടെ. അവൻ എന്നെ ഒരിക്കൽ പോലും മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളതെങ്കിലും അവൻ കേൾക്കുമായിരുന്നു. അവനോട് മിണ്ടാതിരിക്കുമ്പോൾ എൻ്റെ നെഞ്ചുരുകുന്നത് എനിക്കറിയാം. പക്ഷേ ഞാൻ തോറ്റു കൊടുക്കില്ല ആരോൺ. നിന്റെ ഇഷ്ടം. ആരോൺ എഴുന്നേറ്റ് നടന്നപ്പോൾ അവൻ ദാവീദിനെ കണ്ടു. ആരോൺ അവനെ നോക്കി ചിരിച്ചു. എനിക്ക് അവളും നീയും ഒരേപോലെയാ, പക്ഷേ നമ്മുടെ കൺമുന്നിൽ വളർന്നവളാ സേറ. അത് നിനക്ക് ഓർമ്മ വേണം ദാവി. ആരോൺ അവൻ്റെ തോളിൽ തട്ടി. 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോകും. അവളെയും കൊണ്ടുപോവുക. ആസ് എ ബ്രദർ എൻ്റെ അനിയത്തി കരയുന്നത് എനിക്കിഷ്ടമല്ല. അവൻ ദാവീദിൻ്റെ അടുത്ത് നിന്ന് പോയി. ദാവീദ് മിറിയത്തെ നോക്കി. അവൾ ദൂരേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് അവളുടെ അടുത്ത് ചെന്നിരുന്നു. ഒന്നും മിണ്ടാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളുടെ കൈയിന്മേൽ കൈവച്ചപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ദാവീദിന്റെ തോളിലേക്ക് ചാഞ്ഞു. സോറി, ദാവീദ് പറഞ്ഞു. ഞാൻ നിന്നെ കേട്ടില്ല. എൻ്റെ തെറ്റാ. എന്നോട് ക്ഷമിക്കുന്നേ. എൻ്റെ മിറിയം എന്നോട് കള്ളം പറയില്ല എന്നത് ഞാൻ മറന്നുപോയി. 1.5 മാസം എടുത്തു ദാവി. 1.5 മാസം. എന്നെ സംബന്ധിച്ച് അത് വെറും 1.5 മാസമല്ല, ഒരായുഷ്കാലമായിരുന്നു. അന്നെന്താ ഉണ്ടായത്? ദാവീദ് ചോദിച്ചു. എനിക്കറിയില്ല. നിങ്ങൾ പോയ ശേഷം TV കാണാൻ ഇരുന്നതാ ഞാൻ. മുകളിലെ റൂമിൽ നിന്ന് ശബ്ദം കേട്ട് പോയതാ ഞാൻ. എന്നെ ആരോ എസ്തേർ എന്ന് വിളിച്ചു. പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേട്ട് ചെന്നപ്പോൾ റിബേക്കയായിരുന്നു. എന്തൊക്കെയോ സംസാരിച്ചു. അവളെൻ്റെ കഴുത്തിൽ പിടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അവളെ ഞാൻ കരുതിക്കൂട്ടി തല്ലിയതല്ല. ആരോ എന്നെക്കൊണ്ട് ചെയ്യിച്ചതാ ദാവി. ആരോ എനിക്ക് ചുറ്റുമുണ്ട്. എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതാണ് സത്യം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. സത്യം? മിറിയം ചോദിച്ചു. സത്യം. എന്നോട് ക്ഷമിക്കുന്നേ. നിന്നോട് മിണ്ടാതെ നടന്നതിന്, നീ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞതിന്. അപ്പൊ പറയേ, ഞാൻ നിന്റെ ആരാ? അവൾ ചോദിച്ചു. നീ എൻ്റെ ജീവനാ. നിന്നോട് മിണ്ടാതെ നടക്കുമ്പോഴായിരുന്നു അതെനിക്ക് മനസ്സിലായത്, ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ദാവീദ് മിറിയത്തെ കെട്ടിപ്പിടിച്ചു. അത് കേട്ട് അവൾ ചിരിച്ചു. പക്ഷെ എന്നോട് ക്ഷമിക്കും മിറിയം, ദാവീദ് മനസ്സിൽ പറഞ്ഞു. ദാവി, ഇനി എന്നെ വിട്ടു പോവല്ലേ ദാവി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീയില്ലാതെ, നിന്നോട് മിണ്ടാതെ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അവൾ അവനെ നോക്കി. ഞാൻ പോയി പപ്പയോട് പറയട്ടെ ഞാൻ ഇസ്രായേലിലേക്കില്ലെന്ന്, ഞാനിവിടെ നിൽക്കുവാണെന്ന്. അവൾ എഴുന്നേറ്റ് ഓടാൻ നിന്നതും ദാവീദ് അവളുടെ കൈപിടിച്ചു. നീ പോകണം. പോകണമെന്നോ? മിറിയം ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി. അതെ, നീ ഇസ്രായേൽ പോകണം. എന്തിനു ദാവി? എനിക്ക് പോകാൻ ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും നിന്റെ കൂടെ ഇരിക്കണം ഇങ്ങനെ. അവൾ അവൻ്റെ അടുത്ത് ദാവീദിന്റെ തോളിൽ തലചായ്ച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഈ ഏതൻ ഗാർഡനിൽ എനിക്ക് നിന്റെ ഒപ്പം ജീവിക്കണം ദാവി. അത് കേട്ടപ്പോൾ ദാവീദ് മിറിയത്തെ നോക്കി. മിറിയം, ഞാൻ പറയുന്നത് നീ അനുസരിക്കുമോ? അനുസരിക്കാം. സത്യം? നീയാണ് സത്യം. എന്താ ദാവി? നീ ഇസ്രായേൽ പോകണം, പഠിക്കണം, നല്ല നിലയിൽ ജീവിക്കണം, ഒരാളെ കണ്ടുപിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടണം. എന്താ? മിറിയം എഴുന്നേറ്റ് അവനെ നോക്കി. അപ്പൊ നീയോ? ഞാനിവിടെ. എങ്കിൽ ഞാനും ഇവിടെ, നിന്റെ കൂടെ. വേണ്ട. അതെന്താ? നീയല്ലേ പറഞ്ഞത് ഞാൻ നിന്റെ ജീവനാണെന്ന്. പിന്നെന്താ ദാവി? ഞാൻ റിബേക്കയോട് സോറി പറയണോ നിനക്ക് വേണ്ടി? ഞാൻ പറയാം. നീ എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് സങ്കടമില്ല. അതല്ല മിറിയം. പിന്നെന്താ? നീ പോകണം മിറിയം. നീ ഇവിടെ ഉള്ള കാലത്തോളം എനിക്ക് ഇവായെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനാകില്ല. എന്താ? നീ എന്താ പറഞ്ഞേ? റിബേക്കയെ? എനിക്കറിയാം നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ. പക്ഷേ. പിന്നെന്ത് പക്ഷേ? പറയ് ദാവി, പിന്നെന്തിനാ ഞാൻ പോകണമെന്ന് പറയുന്നേ? നീ റിബേക്കയാണോ സ്നേഹിക്കുന്നേ? എനിക്കറിയണം, പറ. അവൾ എൻ്റെ സുഹൃത്ത് മാത്രമാ. പക്ഷേ
നീ എന്റെ മമ്മ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മമ്മയാ അവളുടെ പപ്പയെ കൊന്നത്. അവൾക്ക് വേറെ ആരുമില്ല ഒരു മമ്മയല്ലാതെ. ഞാൻ കൂടിയില്ലെങ്കിൽ ചിലപ്പോൾ അവൾ... എനിക്കതിന് പറ്റില്ല മറിയം. അവളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് കാരണം എന്തുമായിക്കോട്ടെ, ആ സന്തോഷങ്ങളെല്ലാം കെടുത്തിയത് എന്റെ മമ്മയാ. അതിനെനിക്ക് അവൾക്ക് കൊടുക്കാൻ കഴിയുക ഒരു ജീവിതം മാത്രമാ. അപ്പൊ ഞാൻ... മറിയം അവനെ നോക്കി. എന്നെ മറന്നൂടെ നിനക്ക്? എന്തൊരു എളുപ്പമാ ദാവി നിന്നെ മറക്കുക എന്നത്, അല്ലേ? ഇതിലും ഭേദം നിനക്ക് എന്നോട് മിണ്ടാതെ തന്നെ ഇരിക്കാമായിരുന്നു. ആ ദേഷ്യത്തിൽ ഞാൻ ഇരുന്നേനെ. പക്ഷെ ഇത് എനിക്ക് പറ്റില്ല. പറ്റണം. നോക്ക്, നിനക്കെല്ലാവരുമുണ്ട്. അങ്ങനെയല്ല റിബേക്ക, ആരുമില്ല. എനിക്ക് ആരും വേണ്ട, നീ മതി. മറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ല, ഞാൻ തീരുമാനിച്ചു മറിയം. അബ്ബയോടും അമ്മയോടും ഞാൻ പറയും. എന്റെ റിസർച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ. മറിയം ഒന്നും മിണ്ടിയില്ല. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്താ ഇനി പറയേണ്ടത്? ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ? നിന്റെ ഈ തീരുമാനത്തിന് മാറ്റമുണ്ടാകുമോ? അവൾ ചോദിച്ചപ്പോൾ ഇല്ലെന്നവൻ തലയാട്ടി. പിന്നെ എന്തിനാ ഞാൻ പറയാ ദാവി? എല്ലാം നീ തീരുമാനിച്ചല്ലോ. എന്നെ വേണ്ടാന്നും റിബേക്കയെ മതിയെന്നും. ഞാൻ പോകണോ? നീ എന്നെ സ്നേഹിക്കാനോ പഴയ പോലെ കൂടാനോ ഞാൻ പറയില്ല. പക്ഷേ ഞാൻ പോകണോ? പോകണം. നിന്നെ കാണുമ്പോൾ ഞാൻ അവളെ സ്നേഹിക്കില്ല. ഞാൻ പോയിക്കോളാം ദാവി. നീ പറഞ്ഞതനുസരിച്ചില്ലെന്ന് വേണ്ട. പക്ഷേ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് എന്നെ വേദനിപ്പിച്ചു. ഇങ്ങനെ കീറി മുറിക്കാനായിരുന്നെങ്കിൽ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിച്ചേ? അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ചു ചോദിച്ചു. ദാവീദ് പോകുന്നിടത്ത് മെറിയവും വേണമെന്ന് പറഞ്ഞത് എന്തിനാ? സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണണം, മഞ്ഞിറങ്ങുന്നതും മഴ പെയ്യുന്നതും എല്ലാം ഒരുമിച്ച് അറിയണമെന്ന് പറഞ്ഞത് എന്തിനാ? നിന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്കാവുന്നില്ല ദാവി. പക്ഷെ നിനക്കെന്നെ വേണ്ടെങ്കിൽ ഞാൻ വാശി പിടിച്ചിട്ട് എന്തിനാ അല്ലേ? പക്ഷെ മേലിൽ എന്നെ നീ പഗ്ഗെന്ന് വിളിക്കരുത്. ഇനി നീയുമായി ബന്ധപ്പെട്ട ഒന്നിലും ഈ മറിയം ഉണ്ടാകില്ല. നീ എന്നെ ഒരുപാട് നോവിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല ദാവി. ഐ ഹേറ്റ് യു. വെറുപ്പാ നിന്നെ എനിക്ക്. അവളുടെ വാക്കുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. അവൾ അവിടെ നിന്ന് ഓടിയതും മുന്നിൽ നിൽക്കുന്ന ആര്യനെ കണ്ടു. അവൾ അവനെ ഒന്ന് നോക്കി അവിടെ നിന്നും പോയി. ദാവി. ആര്യൻ അവന്റെ അടുത്തേക്ക് വന്നു. വേണ്ടായിരുന്നടാ. റിബേക്ക മുന്നിലുണ്ടെങ്കിലും നീ സേറയെ സ്നേഹിക്കൂ, അവളെ സ്വീകരിക്കുള്ളൂ എന്ന് വിശ്വസിച്ചവനാ ഞാൻ. എനിക്ക് തെറ്റിപ്പോയി. എന്തിന്റെ പേരിലായാലും നീ ചെയ്യുന്നത് മണ്ടത്തരമാ. പാവമല്ലേ നമ്മുടെ സേറ. എടാ, അവളെപ്പോലെ നിന്നെ വേറൊരാൾക്കും സ്നേഹിക്കാൻ കഴിയില്ല. റിബേക്ക 1000 ജന്മം എടുത്താലും അവൾക്ക് സേറയോളം എത്താനാകില്ല. എടാ, നമ്മുടെ മുന്നിൽ വളർന്നതല്ലേ അവള്. എങ്ങനാടാ അതിനെ നോവിക്കാൻ നിനക്ക് കഴിഞ്ഞേ? ആര്യ. ആര്യനും ദാവീദും തിരിഞ്ഞു നോക്കി. നീ അവനെ പറയണ്ട. അവൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണും. ആരോൺ അവിടേക്ക് ചെന്നു. നിന്റെ മനസ്സ് പറയുന്നത് പോലെ ചെയ്യ് ദാവി. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യ്. സേറയുടെ ഏട്ടൻ എന്ന നിലയിൽ അവളെ വേദനിപ്പിച്ചെന്ന് കരുതി നിന്നെ ഞാൻ തല്ലാനൊന്നും വരില്ല. എനിക്ക് നിന്നെയും അവളെയും അറിയാം. എന്തായാലും ആര്യനും സേറയും വരുന്നതിന് മുൻപേ ഞാൻ കാണാൻ തുടങ്ങിയതല്ലേ നിന്നെ. നിന്റെ ഒപ്പം ഞാനുണ്ട് ദാവി. ആരോൺ അവന്റെ തോളിൽ തട്ടി അവിടെ നിന്നും പോയി. പക്ഷേ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് ദാവി. ആര്യൻ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി. ആരോൺ, നീ എന്തിനാ അവനോട് അങ്ങനെ പറഞ്ഞത്? എടാ മണ്ട, അത് ദാവീദാണ്. അവൻ വരും. സേറയെ അന്വേഷിച്ച് ഈ ലോകത്തിന്റെ ഏത് കോണിലേക്കായാലും അവൻ വരും ആര്യ. അതങ്ങനാ. ആരോൺ ചിരിച്ചു. ദാവീദ് ഗാർഡനിലിരുന്നു. എനിക്കിതല്ലാതെ വേറെ വഴിയില്ല മറിയം. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇതെനിക്ക് ചെയ്തേ പറ്റൂ. അവൻ കണ്ണുകൾ അടച്ചിരുന്നു. കുറച്ചപ്പുറമുള്ള മരത്തിന്റെ മറവിൽ നിന്ന് റിബേക്ക ചിരിച്ചു. അങ്ങനെ ദാവി എന്നെ മതിയെന്ന് തീരുമാനിച്ചു. കർത്താവേ, ഒരുപാട് നന്ദി. പപ്പാ, എനിക്കെന്റെ ദാവിയെ കിട്ടി. താങ്ക്സ് പപ്പാ. അവൾ മെല്ലെ വീട്ടിലേക്ക് നടന്നു. ഉറങ്ങാൻ കിടക്കുമ്പോഴും മെറിയത്തിന്റെ കണ്ണുകൾ തോർന്നിരുന്നില്ല. ദാവീദിനെ എന്നേക്കുമായി തനിക്ക് നഷ്ടമായെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി അവന്റെ സ്നേഹമോ വാക്കുകളോ സാമീപ്യമോ തനിക്ക് സ്വന്തമല്ലെന്ന് അവൾ പതിയെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. മെറിയം എഴുന്നേറ്റ് ജനൽ തുറന്നപ്പോൾ ഒരു തണുത്ത കാറ്റ് അവളുടെ മുഖത്തേക്ക് അടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് അവൻ ഒരിക്കലും അവകാശപ്പെട്ടതല്ലെന്ന്. മെറിയം തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കറുത്ത രൂപം അവൾക്ക് മുന്നിൽ നിന്നു. എന്ന് നീ നിന്റെ വഴിയിൽ നിന്ന് മാറി നടന്നുവോ,
അന്ന് നിന്റെ ദുരന്തം തുടങ്ങി. എന്റെ വഴിയിലേക്ക് വരൂ. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരുന്നതാണ്. മമ്മ! മറിയം ഉറക്കെ അലറി. സേറയുടെ സൗണ്ടല്ലേ അത്? ആരോൺ ആര്യനെ നോക്കി. അതെ. അവർ ഓടി ഹാളിലേക്ക് വന്നു. സേറ, മോളെ! അക്കു ഡോറിൽ തട്ടി. നീ ഇനിയും എന്നെ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞാൻ കൊന്നുകളയും എസ്തേർ. ആ കറുത്ത രൂപം അവളുടെ കഴുത്തിലേക്ക് കൈവീശിയതും ചോര പൊടിഞ്ഞു. മമ്മ! വീണ്ടും അവളുടെ അലർച്ച കേട്ടു. നഥ, എന്റെ മോള്! അക്കു നഥാനെ നോക്കി. ആര്യൻ പുറത്തേക്ക് ഓടി. അവൻ വീടിന്റെ അപ്പുറത്തേക്ക് ചെന്നു. മാറി നിൽക്ക്! ദാവീദ് ഉറക്കെ പറഞ്ഞതും എല്ലാവരും മാറി. അവൻ ചവിട്ടിയതും വാതിൽ തുറന്നു. മറിയം! അവൻ ഓടിച്ചെന്ന് നിലത്ത് കിടക്കുന്ന അവളെ എടുത്ത് മടിയിൽ വെച്ചു. സേറ! ആര്യൻ വിൻഡോയിലൂടെ അകത്തേക്ക് കയറി. മോളെ, മോളെ! കേറ വിളിച്ചു. ചോര വരുന്നല്ലോ കഴുത്തിൽ നിന്ന്, കാതറിൻ പറഞ്ഞു. ദാവീദ് അവളെ എടുത്ത് ബെഡിൽ കിടത്തി. ഇതെന്തോ മാന്തിയതുപോലെ ഉണ്ടല്ലോ അക്കു, ലക്കി മറിയത്തിന്റെ കഴുത്തിലേക്ക് നോക്കി പറഞ്ഞു. മോളെ സേറ! കേറ അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു. പതിയെ മറിയം കണ്ണു തുറന്നപ്പോൾ കണ്ടത് ദാവീദിനെയായിരുന്നു. അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എന്താ മറിയം, എന്താ ഉണ്ടായത്? ദാവീദ് ചോദിച്ചപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. അവൾ അവനെ വിട്ടുമാറി നിന്നു. എന്താ സേറ? ആരോൺ ചോദിച്ചു. ഒരു രൂപം, കറുത്ത രൂപം, അതിന്റെ കഴുത്തിൽ മാന്തി. കറുത്ത രൂപമോ? അക്കു ചോദിച്ചു. ആ പപ്പ. മോൾക്ക് തോന്നിയതാകും. ലക്കി അവളുടെ മുടിയിൽ തലോടി. അല്ല, തോന്നിയതല്ല, ഞാൻ കണ്ടു. കാതറിൻ, മോളുടെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്ക്, നഥാൻ പറഞ്ഞു. മോൾ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്ക്. മമ്മ കിടക്കാം മോളോടൊപ്പം, കേറ പറഞ്ഞു. വേണ്ട കേറ, ഞാൻ കിടന്നോളാം. കാതറിൻ അവളെ നോക്കി. ശരി, കേറ സമ്മതിച്ചു. കാതറിൻ ഫസ്റ്റ് എയ്ഡ് എടുക്കുവാൻ റൂമിൽ പോയി. കാതറിൻ, നഥാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താ മോളുടെ കൂടെ കിടന്നോളാം എന്ന് പറഞ്ഞത്? എനിക്കെന്തോ സംശയം നഥാൻ. സാത്താന്റെ മണ്ണും ജനങ്ങളും മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. സാത്താൻ ഇപ്പോഴുമുണ്ട്. കാതറിൻ തന്റെ അലമാരിയിൽ നിന്ന് തങ്ങളുടെ വേദപുസ്തകത്തിനൊപ്പം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മോതിരമെടുത്ത് വിരലിലിട്ട് നഥാനെ നോക്കി. അവൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ട് അവിടെ നിന്ന് പോയി. ആര്യ, എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തു തരുമോ? മറിയം ദാവീദിന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ആര്യൻ അടുക്കളയിൽ പോയി ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് അവൾക്ക് കൊടുത്തു. അവൾ ഒറ്റയിരിപ്പിന് ആ കുപ്പി മുഴുവൻ തീർത്തു. അവൾ ഒരുപാട് പേടിച്ചെന്ന് ദാവീദിന് മനസ്സിലായി. കാതറിൻ അവിടേക്ക് വന്നു. എല്ലാവരും പോയി കിടന്നോ, ഞാൻ ഇന്ന് സേറാക്കുട്ടിയുടെ കൂടെ കിടന്നോളാം, കാതറിൻ പറഞ്ഞു. എല്ലാവരും റൂമിൽ നിന്ന് പോയപ്പോൾ അവൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് സേറയുടെ കഴുത്തിലെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുത്തു. മോളെ, ആന്റി ഒരു കാര്യം ചോദിക്കട്ടെ? ആ ആന്റി. ആ കറുത്ത രൂപം മോളോട് എന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ നിനക്കവൻ ഒരിക്കലും അവകാശപ്പെട്ടതല്ലെന്ന്. നീ ഇനിയും എന്നെ അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം ഞാൻ കൊന്നുകളയും എസ്തേർ. എന്നെ എന്തിനാ എസ്തേർ എന്ന് വിളിക്കുന്നത്? എസ്തേർ മരിച്ചുപോയതല്ലേ? ആ മുകളിലെ റൂമിൽ പോയപ്പോഴും ഞാൻ എസ്തേർ എന്ന് വിളി കേട്ടു ആന്റി. മറിയം പറഞ്ഞത് അവൾ കേട്ടിരുന്നു. ദൈവമേ, അപ്പോ എസ്തേറായി പുനർജനിച്ചത് സേറയാണോ? കാതറിന്റെ മുഖത്തൊരു ചിരി വിടർന്നു. അവൾ മറിയത്തെ കെട്ടിപ്പിടിച്ചു. എന്താ ആന്റി? ഒന്നുമില്ല മോളെ, മോള് കിടന്നോ, ആന്റി അടുത്തുണ്ട്. ഒരു രൂപവും എന്റെ മോളെ ഉപദ്രവിക്കില്ല. അവൾ സേറയുടെ മുടിയിൽ തലോടി. സേറ ഉറങ്ങിയിട്ടും കാതറിന് ഉറക്കം വന്നില്ല. ആര്, സേറയോ? നഥാൻ കാതറിനെ നോക്കി. അതെ നഥാൻ, നല്ല വഴിക്ക് നടക്കുന്ന എസ്തേറിനെ എന്തായാലും സാത്താൻ വെറുതെ വിടില്ല. സേറ പറയുന്ന ആ കറുത്ത രൂപം സാത്താന്റേതാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാതറിൻ, സേറയാണ് എസ്തർ എന്ന്. അതല്ലേ നഥാൻ ദാവി സേറയെ ഇത്രയും അധികം സ്നേഹിക്കുന്നത്. അവർക്ക് നോവുമ്പോൾ അവന് സഹിക്കാൻ കഴിയാത്തത്. അവൾക്ക് തിരിച്ചും. ഇതിലും വലിയ തെളിവ് എന്താ വേണ്ടത്? പക്ഷേ അവർ പരസ്പരം തിരിച്ചറിയണ്ടേ? നഥാൻ ചോദിച്ചു. തിരിച്ചറിയും. ഇമ്മാനുവൽ ഏതൻ എസ്തറിനെ തിരിച്ചറിയാതിരിക്കില്ലല്ലോ. അവർക്കിടയിൽ വേറെ തടസ്സങ്ങളൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. അബ്ബാ, ദാവീദ് അവിടേക്ക് വന്നു. എന്താ ദാവി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയേ. ഇവ. ദാവീദ് വിളിച്ചപ്പോൾ
റിബേക്ക അവന് പിന്നിൽ വന്ന് നിന്നു. അപ്പാ, എനിക്ക് ഇവായെ ഇഷ്ടമാ. ഞങ്ങളുടെ റിസർച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. ദാവീദ് നഥാനെയും കാതറിനെയും നോക്കി. അന്നേരമാണ് മിറിയം വാതിൽക്കൽ വന്ന് നിന്നത്. കാതറിൻ മിറിയത്തെ കണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടു. ദാവി! കാതറിൻ വിളിച്ചതും അവൻ കൈകൾ ഉയർത്തി തടഞ്ഞു. ഇവ, നീ പോയിക്കോളൂ. അവൾ അവിടെ നിന്ന് പോകുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന മിറിയത്തെ നോക്കി ചിരിച്ചു. മമ്മയ്ക്ക് പറയാൻ കാരണം കാണും, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതെന്റെ തീരുമാനമാണ്. ദാവീദ് നഥാൻ ഏഥന്റെ തീരുമാനം. മമ്മ കാരണം പപ്പ മരിച്ച അവൾക്ക് മമ്മയുടെ മകൻ ജീവിതം കൊടുക്കുന്നുവെന്ന് കരുതിയാൽ മതി. ദാവീദ്! നഥാൻ എന്തോ പറയാൻ വന്നതും കാതറിൻ അവന്റെ കൈ പിടിച്ച് തടഞ്ഞു. ശരി, പക്ഷേ നീ നിന്റെ 26ാമത്തെ ജന്മദിനത്തിന് ശേഷം ഇസ്രായേൽ പോയി നിന്റെ കുടുംബത്തിന്റെ നിയമങ്ങൾ പഠിക്കണം, ആചാരങ്ങൾ പഠിക്കണം. എന്നിട്ട് നിനക്ക് കഴിയുമെങ്കിൽ ആ നിയമങ്ങൾ തെറ്റിക്കണം, തെറ്റിച്ച് ജീവിക്കണം, നിന്റെ അബ്ബയെ പോലെ. എങ്കിൽ മാത്രമേ നീ റിബേക്കയെ വിവാഹം കഴിക്കൂ. അല്ലാതെ നീ എത്ര ശ്രമിച്ചാലും നിനക്ക് നിന്റെ തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല. കാതറിൻ മകനെ വെല്ലുവിളിച്ചു. പറയുന്നത് നിന്റെ മമ്മയല്ല, ഏഥന്റെ കാവൽക്കാരിയാണ്. എന്റെ തീരുമാനം തന്നെ നടക്കൂ. അവൻ അവിടെ നിന്നും പോയി. മിറിയം നഥാനെയും കാതറിനെയും നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോയി. കാതറിൻ, നീ മോനെ ഇസ്രായേലിലേക്ക് പറഞ്ഞയക്കുവാണോ? പോകണം. ഇസ്രായേൽ പോയ ശേഷം നഥാൻ ഡാനിയേൽ ഏഥന് വന്ന മാറ്റങ്ങൾ ദാവീദിനും വേണം. അവനെ ഇപ്പോൾ ഭരിക്കുന്നത് വെറും ഇമോഷൻസ് ആണ് നഥാൻ. അത് മാറി അവൻ ഏഥനാകണം. ശരി, പക്ഷെ റിബേക്ക? എനിക്ക് മാറ്റമില്ലാതിരുന്നത് നിന്റെ കാര്യത്തിൽ മാത്രമാ. അവൻ അങ്ങനെ ആയാലോ? നഥാൻ, അവൻ ഇമ്മാനുവൽ ഏഥനാണെന്ന് ഇടയ്ക്ക് നഥാൻ മറക്കുന്നു. ആര് വന്നാലും ഇമ്മാനുവലിന് എസ്തേറിൽ നിന്ന് മോചനമില്ല. അവൻ എസ്തേറിനെ തെരഞ്ഞു പോയിരിക്കും. അതിന് സേറയും ദാവീദും ഇസ്രായേൽ പോകണം, അവരുടെ മണ്ണിൽ. അവൾ അവനെ നോക്കി ചിരിച്ചു.